നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 6 കോടിയുടെ സംസ്ഥാന ക്രിസ്മസ് ബമ്പർ ഭാഗ്യക്കുറി ജേതാവിന് 2 വർഷം കഴിയപ്പോൾ നിധിയുടെ രൂപത്തിൽ വീണ്ടും ഭാഗ്യം വന്ന വാർത്ത നമ്മൾ ഏവരും അറിഞ്ഞതാണ്. ഇപ്പോൾ നാട്ടിൽ പാട്ടായ കഥ അറബി ലോകത്തും പാട്ടായിരിക്കുകയാണ്. അറിഞ്ഞ പ്രവാസികളേവരും ഞെട്ടിയ അവസ്ഥയുമാണ്. നിധിയുടെ രൂപത്തിൽ വീണ്ടും വന്ന ആ ഭാഗ്യം വാർത്തയായി വന്നത് അറബ് പത്രം കൗതുകത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ സ്വദേശി രത്നാകരൻ പിള്ളയെ കുറിച്ചുള്ള വാർത്തയാണ് സബക് എന്ന പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഭാഗ്യക്കുറിയോടൊപ്പം നിധിയും കിട്ടിയ ഇന്ത്യൻ ഭാഗ്യവാൻ എന്ന ശീർഷകത്തിലാണ് വാർത്ത വന്നിരിക്കുന്നത്. പ്രമുഖ അറബ് പത്രമായ സബഖിയിൽ ഹിന്ദി മഹ്ഫൂബ, അതായത് ഭാഗ്യവാനായ ഇന്ത്യ എന്ന വർണ്ണനയും വിവരങ്ങളും വായിച്ച പല സ്വദേശികളും ഏറെ ആശ്ചര്യപ്പെടുകയുണ്ടായി. രത്നാകരൻ അടുത്തിടെ കീഴ്പേരൂർ പടിഞ്ഞാറ്റിൻകര തിരുവാൾക്കട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മതിലിനോട് ചേർന്ന് വാങ്ങിയ 20 സെന്റ് പുരയിടം ഡിസംബർ 3-ന് കിളയ്ക്കുന്നതിനിടെയാണ് 2600 എണ്ണം പുരാതന ചെമ്പ് നാണയങ്ങൾ അടങ്ങിയ കുടം ലഭിച്ചത്. രത്നാകരൻ അറിയിച്ചതനുസരിച്ച് ആർക്കിയോളജി വകുപ്പ് എത്തുകയും നാണയങ്ങളുടെ മൂല്യം കണക്കാക്കി ഒരു വിഹിതം അദ്ദേഹത്തിന് നൽകുകയും അങ്ങനെ ബന്ധപ്പെട്ടവർ അറിയിച്ചു. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങളാണിവ എന്നാണ് അനുമാനിക്കുന്നത്. ബാലരാമവർമ്മയുടെ ചുരുക്കപ്പേരായ BRV എന്നെഴുതിയ 4 കാശ് 8 കാശ് ചക്രം എന്ന പാറ്റേണിലുള്ളതാണ് ഭൂരിഭാഗം നാണയങ്ങളും. 20 കിലോയോളം തൂക്കം വരുന്ന ഇവയുടെ വിശദമായ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നത്തെ കാലഘട്ടത്തിൽ സാധാരണക്കാർക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഈ ചെമ്പ് നാണയങ്ങൾക്ക് 1950 വരെ ഉപയോഗിച്ചിരുന്നിട്ടുണ്ട്. നാണയങ്ങൾ മുഴുവൻ ക്ലാവ് പിടിച്ചതിനാൽ കെമിക്കൽ ക്ലീനിംഗ് നടത്തിയ ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുകയുള്ളൂവെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഭാഗ്യവാനായ ഇന്ത്യക്കാരനെ കുറിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്തയാക്കുന്നത് ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുകയാണ്. പുരാതന നാണയങ്ങൾക്ക് ലോകവിപണിയിൽ വൻ വിലയാണുള്ളതെന്നും നിധി കണ്ടെത്തിയ രത്നാകരൻ പാരിതോഷികം നൽകാൻ സർക്കാർ പദ്ധതിയിടുന്ന വിവരവും സബക് പറയുന്നുണ്ട്. അങ്ങനെ ബമ്പർ ലോട്ടറിക്കൊപ്പം ഭാഗ്യം തേടി വന്ന രത്നാകരൻ പിള്ള നാട്ടിൽ മാത്രമല്ല അങ്ങ് പ്രവാസി മലയാളികൾക്കിടയിലും താരമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.